ഇത് തന്റെ ക്രൊയേഷ്യയെ തകർത്ത ഇതാ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ പറങ്കിപ്പട മുന്നോട്ട് പോവുകയാണ്. രഞ്ജു പറഞ്ഞ പോലെ നമുക്ക് ആരാധകരുടെ ആവേശം അറിയേണ്ടതുണ്ട്. കോഴിക്കോട് കുറ്റിച്ചിറിൽ നിന്ന് അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വലിയ ആവേശത്തിലാണോ പോർച്ചുഗൽ ആരാധകർ? ഇതേ പോർച്ചുഗൽ ഫ്ലാഗ് ഒക്കെ ഉയർത്തിയ അവർ സന്തോഷം പങ്കുവയ്ക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ്. മത്സരം കൈവിട്ടു പോകുന്ന ഘട്ടത്തിലാണ് പോർച്ചുഗൽ 2 ഗോൾ മടക്കി മത്സരത്തിലേക്ക് തിരിച്ചു വരികയും ജയിക്കുകയോ ചെയ്ത അവസാന നിമിഷത്തിൽ നാടകീയമായ ചില ഗോൾ മുഹൂർത്തങ്ങൾ ഉണ്ടായി. അത് ഓഫ് സൈഡിലേക്ക് കടക്കുമ്പോൾ പോർച്ചുഗീസ് ആരാധകരുടെ ആവേശം നമുക്ക് എടുത്തു പറയേണ്ടതില്ല. വലിയ ആവേശം തന്നെ ഇവിടെ ഉണ്ടാകുന്നു. നമുക്ക് ആ പോർച്ചുഗീസ് ആരാധകർ നമുക്കൊക്കെ കാണാം. കുട്ടികളാണ് കൂടുതലായിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുന്നത്. ഇത് പൊട്ടുവെന്ന് വിചാരിച്ച കളി അണ്ണാക്കിലടിച്ച് അണ്ണനെ കളിയാക്കി കണ്ടവർക്ക് ഉത്തരാണ് ഇതൊക്കെ. ഇനി അടുത്ത കളി ജയിക്കുകയും ചെയ്യും, കപ്പെടുക്കുകയും ചെയ്യും. അടുത്ത കളി സ്പെയിനുമായിട്ടാണ്. ജയിച്ചിരിക്കും. എന്താ പറയാ? ഒന്നും പറയാനില്ല. നോക്കൂ നല്ല കളിയാ കളിച്ച പോർച്ചുഗൽ, കമ്പാക്ക് അടിച്ച കളിയാ. നല്ല കളി കളിച്ച പോർച്ചുഗലാണ്. ക്വാർട്ടറും സെമി എന്തായാലും എത്തും. അടുത്ത കളി സ്പെയിനാണ്. സ്പെയിനെ അട്ടിമറിക്കും. ഒരു പ്രശ്നവുമില്ല. മത്സരം കടുക്കും തോറും ആവേശം കൂടി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതിന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പോർച്ചുഗീസ് അത്തരത്തിൽ നാടകീയമായി തന്നെയാണ് ഈ മത്സരത്തിൽ ജയിച്ചു വന്നത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും. ചെറിയൊരു മോനുണ്ട്. എന്താ ആരാജിച്ചത്? പോർച്ചുഗൽ. അടുത്ത കളി സ്പെയിനാണ്. പ്രശ്നമുണ്ടാവോ? ഇല്ലല്ലേ? ജയിക്കൂലേ? ക്രിസ്ത്യാനോ റൊണാൾഡോ കയറ്റി നിർത്തിയിരുന്നു. എന്തായാലും ക്രിസ്ത്യാനോനെ കയറ്റി നിർത്തിയപ്പോ സങ്കടം തോന്നിയോ? ഇല്ലല്ലേ? ജയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചെറിയ കുട്ടികൾ കുറ്റിച്ചെറിയിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ സ്ഥലത്തൊക്കെ ചെറിയ കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ആരാ ജയിച്ചത്? പോർച്ചുഗീസ് ജയിച്ചോ? അടുത്ത കളി ആരായിട്ടാണ്? സ്പെയിനായിട്ടാണല്ലേ? ഇതാ നോക്കൂ, ഓരോ കുട്ടികൾക്കും അറിയാം പോർച്ചുഗീസിന്റെ കളി. അടുത്ത കളി ആർക്കാണ്, ആരുമായിട്ടാണ്, എന്താണ് അവരുടെ നില എന്നൊക്കെ അവർക്ക് കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും ആവേശകരമായ ഒരു മത്സരം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. പോർച്ചുഗീസ് ആരാധകർ വലിയ സന്തോഷത്തിലാണ് ഈ ബിഗ് സ്ക്രീനിൽ നിന്നും വിട്ടൊഴിയുന്നത്.